اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുവർത്തിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് എല്ലാവരെയും എന്നോടെന്ന പോലെ ഉണർത്തുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഇസ്ലാമിക പണ്ഡിതനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തുകൊണ്ട് മുസ്ലിമായി? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി, ക്രിസ്ത്യൻ പാതിരിയായി. അദ്ദേഹം പിന്നീട് ഇസ്ലാമിക പ്രഭാഷകനായി, പ്രബോധകനായി മാറിയതാണ്. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞാൻ മുസ്ലിം ആവാതിരിക്കണം? ഞാൻ പഠിച്ചപ്പോ, മതങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോ എനിക്ക് മുസ്ലിം ആവാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഞാൻ മുസ്ലിം അല്ലാതിരിക്കണമെന്ന തിരിച്ചു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, അതിൻ്റെ നടപടികളെക്കുറിച്ച്, അതിൽ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ആദ്യത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എന്തേ ഇപ്പൊ ഇങ്ങനെയൊന്നും വേണ്ടിയില്ലായിരുന്നല്ലോ, ഇത്ര വേണ്ടിയില്ലായിരുന്നല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അത് പഠിച്ചു വരുമ്പോൾ, ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളക്കരയിൽ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിൽ അവര് പറഞ്ഞത് നക്ഷത്രങ്ങൾക്ക് തിളക്കമില്ല, ചന്ദ്രന് ഭംഗിയില്ല എന്ന്. നമ്മള് നക്ഷത്രങ്ങളായി കണ്ടിരുന്ന, ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി പലരും ബഹുമാനിക്കുകയും ആദരിക്കുകയും അല്ലെങ്കിൽ ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നക്ഷത്രങ്ങൾക്ക് നമ്മൾ അക്കാണുന്ന പകിട്ടില്ല, ഭംഗിയില്ല. അവിടെ തിളക്കമുള്ള ചന്ദ്രനെ പോലെ നമ്മൾ കരുതിയിരുന്ന മുഖങ്ങൾക്കൊന്നും ആ ചന്ദ്രന്റെ തിളക്കമില്ല, പകിട്ടില്ല എന്ന് 3 സ്ത്രീകൾ അടങ്ങിയ ഒരു കമ്മിറ്റിയിലെ പഠനത്തിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ നക്ഷത്രങ്ങളായി കരുതപ്പെടുന്നവരൊന്നും ആ രൂപത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും അല്ല എന്നതാണ്. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, ഒരു സ്ത്രീയോടുള്ള പരിഗണന എങ്ങനെയായിരിക്കണം എന്നത് അത് വളരെ ഭംഗിയായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പുതിയ കാലത്ത് നമ്മൾ കാണുന്നത് സ്ത്രീ സുരക്ഷിതയല്ല എന്ന് തന്നെയാണ്. എല്ലാ മറകളെയും വലിച്ചു കീറി സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവേണ്ടതില്ല എന്ന് പറഞ്ഞ് ശുചിമുറി, കോളേജുകളിൽ കോമൺ ശുചിമുറികൾ, എല്ലാവർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാക്കുകയും ആ ഉണ്ടാക്കിയ ടോയ്ലറ്റുകൾ മഹത്തായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇനി വരാനിരിക്കുന്ന മുഴുവൻ കോളേജുകളിലും ഹോസ്റ്റലുകൾ ആൺ പെൺ മിശ്രിതമായിരിക്കണം, മിക്സ്ഡ് ഹോസ്റ്റലുകൾ ആയിരിക്കണമെന്ന് പറയുകയും അതിന് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ്
നക്ഷത്രങ്ങൾക്ക് തിളക്കമില്ല, നമ്മൾ കാണുന്ന പോലെയല്ല അതിന്റെ ഉള്ള് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മീഷൻ രംഗത്ത് വരുന്നത്. ഇതിൽ നമുക്കെന്താണ് ഇപ്പോ ഒരു മെമ്പറിൽ അത് പറയാനെന്താ എന്ന് ചോദിച്ചാൽ എമ്പാടുമുണ്ട്. എല്ലാ മറകളെയും ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ എല്ലാവരും ആൺ പെൺ ബന്ധങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ച് ലിബറലിസം നമ്മുടെ കുട്ടികളിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ തലയിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ഈ സമയത്ത് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എവിടെ നിന്നാണ് ഒരു സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്, ആദരിക്കപ്പെടേണ്ടവളാണ് എന്ന് പഠിക്കേണ്ടത്? അത് സ്വന്തം വീടുകളിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ വീട്ടുകാരോട് നല്ല നിലക്ക് പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ നല്ല സ്വഭാവിയാണെന്ന് പറയേണ്ട ആദ്യത്തെയാൾ, നിങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആദ്യത്തെയാൾ നിങ്ങളുടെ കുടുംബിനെയാണ്, നിങ്ങളുടെ സഹധർമ്മിണിയാണ്, നിങ്ങളുടെ ഇണ എന്ന് പറയുന്നവ എന്ന സ്ത്രീയാവണം. നിങ്ങളുടെ വീട്ടുകാർ പറയണം. സ്വന്തം വീട്ടിൽ നമ്മുടെ സ്ത്രീകളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയാത്തിടത്തോളം കാലം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയും സ്ത്രീ നിരന്തരമായി അപമതിക്കപ്പെടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ, നമ്മുടെ വളർന്നു വരുന്ന വീടുകളിലെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പത്നിമാരെ, നമ്മുടെ നല്ല ഭാര്യമാരെ നിങ്ങൾ അപമതിച്ചു സംസാരിക്കുന്നുവെങ്കിൽ, നമ്മൾ അപമതിച്ചു സംസാരിക്കുന്നുവെങ്കിൽ, അവരെ നമ്മൾ കൊച്ചാക്കുന്നുവെങ്കിൽ, അവരെ നമ്മൾ ഒട്ടും വിലയില്ലാതെ സംസാരിക്കുന്നുവെങ്കിൽ, ആ വീടുകളിൽ നിന്ന് ഇത് കണ്ട് വളർന്നു വരുന്ന കുട്ടി ഒരിക്കലും സ്വന്തം പെങ്ങന്മാരെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മമാരെ മറ്റുള്ളവരെയും ആദരിക്കാൻ പഠിക്കുകയില്ല. പെണ്ണങ്ങനെ അതിനൊന്നും പോരാത്തവളാണ് എന്ന തോന്നലാണ് അവർക്ക് വളരുമ്പോണ്ടാവുക. പിന്നെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീ ഇങ്ങനെ ഒരു ഉപഭോഗ വസ്തുവാണ് എന്നുള്ള തരത്തിലേക്ക് അവരുടെ ചിന്തകൾ മാറുകയാണ്. ഇവിടെ നിന്നാണ് മാറ്റം ഉണ്ടാവേണ്ടത്, വീടുകൾക്കുള്ളിൽ നിന്ന്. വ്യക്തിപരമായി പറഞ്ഞാൽ, ഞാൻ വളർന്നു വന്ന ഒരു വീട്, എൻ്റെ ഉപ്പ, എൻ്റെ പിതാവ് മാസത്തിൽ ശമ്പളം കിട്ടിയാൽ ആ ശമ്പളം അതുപോലെ ഉമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിരുന്ന ഒരു വീട്ടിൽ വളർന്നവൻ. അങ്ങനെ ഒരു വീട്ടിലെ സ്ത്രീ ഒന്നിനും കൊള്ളാത്തവരല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളർത്തിയത്. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ എല്ലാവരും ചെയ്യണം, അല്ലെങ്കിൽ അതാണ് മഹത്തായ കാര്യം നമ്മൾ നടക്കാൻ. അങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സ്ത്രീയെ ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാടില് ഇപ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണം, ഇതില് ഈ കമ്മീഷന്റെ ഒരംഗം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ പറഞ്ഞത്, സിനിമാ രംഗത്ത് സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന്. വല്ലാത്തൊരു വിരോധാഭാസമാണ്. ഒരു ഒളിയും പറയുമില്ലാതെ എല്ലാവരും ഒരുമിച്ച്, യാതൊരു പ്രശ്നവുമില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതാണ് ഈ ആധുനിക കാലമെന്നും അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുമൊക്കെ പഠിപ്പിച്ച് ഓരോരുത്തർ സ്വാതന്ത്ര്യം നേടി അവസാനം എത്തിച്ചേർന്ന മേഖലയിൽ, വളരാൻ വേണ്ടി എത്തിച്ചേർന്ന മേഖലയിലും വസ്ത്രം ശ്രദ്ധിക്കണമെന്ന് മറ്റൊരു മുൻകാല നടിയായിരുന്ന ഒരാൾക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കുറച്ച് സൂക്ഷിക്കണമെന്നല്ലേ? വസ്ത്രം നന്നാവണം, അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയുമ്പോൾ ചിലർ പറയും, അപ്പോ അതാണ് പ്രശ്നമല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ 2 വയസ്സായ 3 വയസ്സായ കുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത്? തിരിച്ചൊരു ചോദ്യമുണ്ട്. 2 വയസ്സും 3 വയസ്സുമായ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുമാറ് അത്രയും വൃത്തികെട്ട മനസ്സുമായി നടക്കുന്ന കുറെ മനുഷ്യർ ഇവിടെ ഉണ്ട്. അവരുണ്ടാകുമ്പോൾ പ്രായപൂർത്തിയായ ആളുകൾ വസ്ത്രമില്ലാതെ കൂടി നടന്നാൽ എങ്ങനെയായിരിക്കും ഈ രാജ്യത്തുണ്ടാവുക, എന്തായിരിക്കും ഉണ്ടാവുക എന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നത് വളരെ കുറച്ച് അപവാദങ്ങളായിരിക്കും, വളരെ കുറച്ചുണ്ടാവുന്നതാണ്. പക്ഷെ മറ്റത് അങ്ങനെയല്ല. ഇത്തരം വൃത്തികേടുകൾ പോലും ചെയ്യാൻ വർഷങ്ങൾക്ക് മുമ്പ് 1990കളുടെ തുടക്കത്തിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള എളങ്കൂരിൽ കൃഷ്ണപ്രിയ എന്ന ഒരു പെൺകുട്ടി 12 വയസ്സുകാരി പിച്ചി ചീറ്റപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോ അത് കേരളത്തിൽ മുഴുവൻ വലിയ വാർത്തയായിരുന്നു. അന്ന് അവൾക്ക് 12 വയസ്സാണ്. പക്ഷേ 30 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ വായിക്കുന്ന വാർത്തകളിൽ 12 എന്നൊരു പ്രായമല്ലാതെയായി. ആ രൂപത്തിലുള്ള വൃത്തികെട്ട ഹൃദയങ്ങൾ, മനസ്സുകളുള്ള ആളുകൾ എമ്പാടും നമ്മുടെ നാട്ടിലുണ്ട്. ദൗർഭാഗ്യകരമട്ടെ എന്ന് പറയട്ടെ, അവരെല്ലാ പ്രദേശങ്ങളിലും, നമ്മുടെ കേരളത്തെ കുറിച്ച് നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ പ്രദേശങ്ങളിലും. എന്താണ് ഇതിനൊരു പ്രതിവിധി? അതൊരു ചോദ്യമാണ്, സ്വാഭാവികമായ ചോദ്യമാണ്. അവിടെയാണ് മതപരമായ ചില കാര്യങ്ങൾ നമ്മൾ മുസ്ലിം സമൂഹം എന്നുള്ള നിലക്ക്, നമ്മൾ കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് നമുക്ക് പാലിക്കാനുള്ളത് ഖുർആന്റെയും അതുപോലെ തന്നെ മഹാനായ പ്രവാചകന്റെ ഹദീസുകളുടെയും ഒക്കെ അതിനെ അനുവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് നമ്മുടെ ചെയ്യുവാനുള്ളത്.
അതിന് കൂടുതൽ അടിവരയിടുന്ന തരത്തിൽ അന്ന് പഠിപ്പിച്ച അതിന്റെ കാര്യങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അത് ഇക്കാലത്തും പ്രസക്തമാണ് എന്ന് ബോധ്യമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പവിത്രമായ ബന്ധമാണ്. ആ ബന്ധങ്ങൾക്ക് ഒരു സ്ത്രീയുടെ ശരീരം എന്നത് വാണിജ്യത്തിന്റെ ചരക്കായി, അതിനുള്ള ചരക്കായി കാണുന്ന കാലത്താണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ആലോചിച്ച് ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? സ്ത്രീകളല്ല തീരുമാനിക്കുന്നത്. വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത് പുരുഷന്മാരാണ്. ആ പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളുടെ വസ്ത്രം ഇങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഒരു പുരുഷനറിയാം, ഇത് ഡിസൈൻ ചെയ്യുന്ന പുരുഷനറിയാം എങ്ങനെയാണ് പുരുഷനെ ആകർഷിക്കേണ്ടത്. ആ പുരുഷനെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒരു സ്ത്രീ എടുത്തു വരുമ്പോ അത് സ്ത്രീയുടെ നവീകരണമായി, സ്ത്രീയുടെ ലിബറലൈസേഷനായി, ഫ്രീഡമായി, സ്വാതന്ത്ര്യമായി കാണുകയാണ്. വാസ്തവത്തിൽ ആ സ്ത്രീക്ക് തന്നെ വിരുദ്ധമായ ഒരു വസ്ത്രം പുരുഷൻ ഉണ്ടാക്കുകയും അത് സ്ത്രീയെ കൊണ്ട് എടുപ്പിക്കുകയും എന്നിട്ട് ആ സ്ത്രീ അതിന്റെ പേരിൽ പിച്ചി ചീത്തപ്പെടുകയും ചെയ്യുമ്പോഴും പുരുഷ മേധാവിത്വത്തെ കുറിച്ച് ആരും പറയുന്നു. വാസ്തവത്തിൽ പുരുഷ മേധാവിത്വം ആരംഗത്ത് ഒരു സിമന്റിന്റെ പരസ്യത്തിൽ പോലും അല്പവസ്ത്രധാരണിയായ സ്ത്രീയുടെ ചിത്രം കാണിക്കുകയാണ്. ഇന്ന് വരെ ലോകത്തൊരു ഫെമിനിസം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇങ്ങനത്തെ ഇതുപോലുള്ള ചിത്രങ്ങൾ ഇത്തരം പരസ്യങ്ങളിൽ ചേർക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. അതാണ് ഫെമിനിസം ശരിക്കും ചോദിക്കേണ്ടത്. ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യുന്ന ഉപാധിയായി എല്ലാ രംഗത്തും മാറണം. സ്ത്രീ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുക. നമ്മുടെ പെൺകുട്ടികളെങ്കിലും അത് തിരിച്ചറിയണം. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർ, നമുക്ക് വേണ്ടി, അതായത് നമ്മുടെ പെൺകുട്ടികളെ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ, അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ന പേരിൽ സംസാരിക്കുന്നവർ മുഴുവൻ സംസാരിക്കുന്നത് വാസ്തവത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല. അവരങ്ങനെ എല്ലാ ബന്ധങ്ങളും കെട്ടഴിച്ചു പോകണം. ഒരു സംവിധായകൻ ഈ അടുത്ത് പറഞ്ഞത്, എന്റെ സിനിമ കണ്ടിട്ട് ഒരു 10 വിവാഹമോചനമെങ്കിലും ഉണ്ടായാൽ ഞാൻ കൃതാർത്ഥനായി. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് കൃതാർത്ഥനാവാനുള്ള കാരണം എന്താ? അങ്ങനെ പറയാൻ കാരണം നമ്മുടെ സമൂഹം കുടുംബം എന്ന അതിസുന്ദരമായ ഒരു കവറിനുള്ളിലാണ്. ആ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷനിലാണ് ജീവിക്കുന്നത്, അതിന്റെ സുരക്ഷിതത്വം. ആ കുടുംബത്തെ മാന്തി പൊളിച്ച് വലിച്ചിട്ടാൽ പിന്നെ അവിടുത്തെ സ്ത്രീ അരക്ഷിതയായ ഒരു സ്ത്രീയെ പെട്ടെന്ന് കൊത്തിക്കൊണ്ടാവാൻ പറ്റും. അങ്ങനെ കൂടുതൽ ആളുകളെ തങ്ങളുടെ ഏരിയയിൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്ന, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് പെൺവറും സമൂഹത്തെ മൊത്തത്തിൽ വലിച്ചു കൊണ്ടുപോയി ഇടുക എന്നതാണ് ഈ പറഞ്ഞ സംവിധായകന്റെ ലക്ഷ്യം. അപ്പോൾ ഒരു സിനിമയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കലാണ്. ചില സിനിമകൾ അനാവശ്യമായി കുട്ടികൾ തമ്മിൽ അടിച്ച് തകരാനുള്ളതാണ്. വേറെ ചില സിനിമകൾ സ്വവർഗഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ളതാണ്. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമാണ്, ഈ ഇവിടുത്തെ വാണിജ്യം, വ്യവസായം, ബിസിനസ്. നമുക്കറിയാവുന്നറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന കച്ചവടം എന്ന് പറയുന്നത് അത് ഒന്ന് പെട്രോൾ കച്ചവടമാണ്, മറ്റൊന്ന് ആയുധ കച്ചവടമാണ്. അത് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന കച്ചവടം എന്നത് അശ്ലീല വീഡിയോകളുടെ കച്ചവടമാണ്. നഅൂദുബില്ലാ. അതിലേക്ക് ഈ പെൺവർഗത്തെ മുഴുവൻ, സമൂഹത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോയി ഒരു വലിയ വാണിജ്യത്തെ ഒന്നാകെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ലിബറലിസം എന്ന പേരിൽ നമ്മുടെ പെൺകുട്ടികളെ വസ്ത്രങ്ങളെ പോലും അഴിച്ചു മാറ്റുവാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ $50,000 കോടി കച്ചവടം ഒരു വർഷം മേക്കപ്പ് വസ്തുക്കൾ, അതായത് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുവാൻ വേണ്ടി അതിന്റെ കച്ചവടം ഈ രാജ്യത്ത്, ഈ ലോകത്ത് നടക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്ന വലിയൊരു വിഭാഗം, 200 കോടിയോളം വരുന്ന മുസ്ലിം സമൂഹം, മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ കച്ചവടം കുറച്ചുകൂടി ബാക്കിയുള്ള പ്രദേശങ്ങളെ അപേക്ഷികമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. അപ്പൊ അത്രയും വലിയൊരു ജനത തങ്ങളുടെ കച്ചവടത്തിലേക്ക് ഉപഭോക്താക്കളായി വരുന്നില്ല എന്ന് കാണുമ്പോൾ അവരെ വരുത്തുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതൊക്കെ ഈ ലോകം ചെയ്യും. അത് ആരാ? അത് പുരുഷ മേധാവിത്വ സമൂഹം. ആ പുരുഷ മേധാവിത്വം തന്നെയാണ് പറയുന്നത്, 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ വസ്ത്രധാരണ രീതിയിലേക്ക് നിങ്ങൾ പോകരുത്. അവർ തന്നെയാണ് ഈ പെൺകുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സ്ത്രീകളെയും ഒക്കെ നിരന്തരമായി പ്രലോഭിപ്പിച്ച് കുടുംബ ബന്ധങ്ങളിൽ പോലും തകർക്കാൻ പോകുന്നത്. ചില രാജ്യങ്ങളൊക്കെ പുതിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് കേട്ടത്, ജപ്പാനിലെ ആവറേജ് വയസ്സ് 49.
നമ്മളെ ഇന്ത്യയിൽ അത് 30-ന്റെ 20-ന്റെ അടക്കം. കുറച്ചു കഴിഞ്ഞാൽ അവിടെ ചെറുപ്പക്കാർ കുറഞ്ഞു വരും. ഇപ്പോഴതിനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 50 വർഷത്തിനപ്പുറം ജപ്പാൻ എന്നൊരു രാജ്യം ഉണ്ടാവുമോ എന്ന് സംശയമാണ്. എന്താ കാരണം എന്നറിയോ? ഈ ലിബറലിസത്തിന്റെ കടന്നുകയറ്റ കാരണം പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല. അവരുടെ കരിയറിനപ്പുറത്തേക്ക് കല്യാണം കഴിക്കേണ്ടതില്ല. പിന്നെയോ ജീവിതത്തിലെ മറ്റു സുഖങ്ങളൊക്കെ അത് വേറെ രൂപത്തിൽ നേടാൻ ഇവിടെ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തിനാ അവരുടെ കുടുംബത്തിന്റെ കെട്ടുപാടിൽ കടന്ന് അസ്വാതന്ത്ര്യത്തിലേക്ക് എന്തിന് ജീവിക്കണം എന്ന ചിന്ത ആ സമൂഹത്തിന്റെ മനസ്സിലിട്ടപ്പോ അവിടെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കേണ്ടതില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? കുട്ടികൾ ഉണ്ടാവുന്നില്ല. കുട്ടികളില്ലാത്ത ഒരു സമൂഹം വളരുമ്പോ അവിടെ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് വെറും പ്രൊഡക്റ്റീവ് അല്ലാതെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിനൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത പ്രായത്തിലുള്ള ആളുകളാണ്. അവർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് പറയുന്നവർ 50 വർഷത്തിനപ്പുറം ജപ്പാൻ എന്താകുമെന്ന കാര്യത്തിൽ സംശയം ഉയർത്തുക. അത് അങ്ങനെ ഒരു ഭാഷത്തിൽ നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ നാട്ടിലും അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആണുങ്ങളാണ് ഇരിക്കുന്നത്, എന്റെ മുന്നിൽ ഇരിക്കുന്നവർ, അപ്പുറത്തുള്ള ഞാൻ കാണാത്ത ആളുകൾ പെട്ട്. നമ്മുടെ ആണുങ്ങൾക്ക് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കളെ, നമ്മുടെ സ്ത്രീകളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മൾ തയ്യാറാവും. ഈ കുടുംബജീവിതം എന്നത് ഒരു ഭയങ്കരമായ അസ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകമാണ് എന്ന് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ചിന്തയില്ലാത്ത വിധം വളർത്തുക. പുറം ലോകത്ത് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് അവസാനമായി ആത്യന്തികമായി നമുക്ക് അപകടമാണ് എന്ന് പെൺകുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആ രൂപത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മളുടെ ഭാഗത്തുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി സുരക്ഷിത ബോധം ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ ഏതാണ് ഒരു സുരക്ഷിത സമൂഹമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാത്തിമിത്തായിയോട്, അതിജീവന ഹാത്തിമിത്തായിയോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഹിറ എന്ന രാജ്യത്തെ കുറിച്ച് അറിയുമോ? അത് ഇറാഖിലാണ്. എന്നിട്ട് പ്രവാചകൻ അതിയ്യനോട് പറയേണ്ട അതിയ്യ ഒരു നാൾ വരും. അന്ന് ഇറാഖിലെ ഹിറ എന്ന പ്രദേശത്ത് നിന്ന് ഒരു സ്ത്രീ ഒറ്റക്ക് അള്ളാഹുവിനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും പേടിക്കാനില്ലാതെ മക്കത്ത് വന്ന് ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകുന്ന ഒരു കാലം വരിക തന്നെ. അതിയ്യൻ അത്ഭുതമായി ഈ പറഞ്ഞു, ഈ ഹിറയുടെ അടുത്തേക്ക് വരുന്ന അവിടെ ഒരു പ്രത്യേക ഒരു ഗോത്രക്കാരുണ്ട്. ആ ഗോത്രക്കാർ കൊള്ളയുടെയും കൊലയുടെയും ആളുകളാണ്. അങ്ങനെ കൊള്ളക്കാരായ ഒരു ജനത അവിടെ ഇല്ലാതെയായെങ്കിൽ മാത്രമേ ഈ പെണ്ണിന് സുരക്ഷിതമായി നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ അദീബിനെ പറയുന്നു, എനിക്ക് അല്ലാഹ് ആയുസ് തന്നു. അങ്ങനെ ഒരു സ്ത്രീ ഹിറയിൽ നിന്ന് മക്കയിലേക്ക് വന്ന് ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകുന്നത് കാണുവാനുള്ള എനിക്ക് ആയുസ് തന്നു. ഒരു സമൂഹം സുരക്ഷിതമാണ് എന്നറിയണമെങ്കിൽ, അത് എത്രമാത്രം സുരക്ഷിതമായ സമൂഹമാണ് എന്ന് നമുക്ക് വിലയിരുത്തണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാര്യം ആ സമൂഹത്തിൽ ഒരു സ്ത്രീ എത്രമാത്രം സുരക്ഷിതയാണ്. രാത്രിയിൽ ഒരു സ്ത്രീ അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാൽ ഒന്നിനെയും പേടിക്കാനില്ലാത്ത വിധം അവർക്ക് സുരക്ഷിതമായി നിൽക്കുവാൻ ഒരു ഇടമുണ്ടെങ്കിൽ ആ നാട് സുരക്ഷിതമായ നാടാണ്. അതില്ലാത്തിടത്തോളം കാലം ആ നാട് സുരക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാം അതിന് അടിസ്ഥാനപരമായി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പെൺകുട്ടികളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പെൺകുട്ടികളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുണ്ട്. മൻ ആല സലാസ ബനാതി വഅദ്ദബഹുന്ന വഅഹ്സന ഇലൈഹിൻ കുന്ന ലഹു സിത്രത്തുൻ മിനൻ നാർ. 3 പെൺകുട്ടികൾ ഒരാൾക്കുണ്ടായി. ആ 3 പെൺകുട്ടികളെയും നല്ല നിലക്ക് വളർത്തി, അവർക്ക് നന്മകൾ ചെയ്തു, അവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വളർത്തി കഴിഞ്ഞിട്ട് അയാൾ മരിച്ചു പോയാൽ ഹുന്നലഹു, ആ പെൺകുട്ടികൾ അയാൾക്ക് സിത്രത്തുൻ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ളൊരു മറയായി. അത് പെൺകുട്ടികളെ ബഹുമാനിക്കുവാൻ അല്ലെങ്കിൽ അവരെ ആദരിക്കുവാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെ നിങ്ങൾ പരിഗണിക്കുക, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക, ചേർത്ത് പിടിക്കുക. എങ്കിൽ അതിന് നിങ്ങൾക്ക് ഏത് സമൂഹത്തിലാണ് പറയണത്? സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് സംശയിച്ചിരുന്ന, അത് ചർച്ച ചെയ്തിരുന്ന ഒരു കാലത്ത്, സ്ത്രീക്ക് യാതൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ലാത്തൊരു കാലത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ 3 പെൺമക്കളെ, അത് 3 രണ്ടായാലും കുഴപ്പമുണ്ടാവില്ല, 3 പെൺമക്കളെ കൂട്ടിപ്പിടിച്ചവരെ നന്നായി വളർത്തിയിട്ട് അവരെ നിങ്ങൾ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്ക് കയറാൻ നരകത്തിൽ നിന്നൊരു മറയായി തീർച്ചയായും ആ മക്കൾ ഉണ്ടാവുമെന്ന്. അതൊക്കെ പഠിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അഭിമാനബോധം ഉണ്ടാവാൻ, അവർക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നതാണെന്ന ബോധമുണ്ടാവാൻ,
അതുണ്ടെങ്കിലേ, അങ്ങനെ അഭിമാനബോധത്തോടു കൂടി ഒരു പെൺകുട്ടിക്ക് വളരാൻ കഴിഞ്ഞെങ്കിലേ, ജീവിക്കാൻ കഴിഞ്ഞെങ്കിലേ ആ പെൺകുട്ടിക്ക് സുരക്ഷിതമായ ആ കുട്ടിക്ക് ഇവിടെ ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹം അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തർ ആലോചിക്കേണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സിനിമാ ലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ടായതിൽ ആർക്കും അത്ഭുതമൊന്നുമില്ല. അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെ അങ്ങനെ നടന്നു എന്നത് വലിയ സംഭവമായി പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്നതുമ്പോഴേക്ക് അവിടേക്ക് സദാചാര കണ്ണുമായി വരുന്ന നിങ്ങളുടെ മനസ്സിലാണ് കുഴപ്പം. അവിടേക്ക് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെ പരിഹസിച്ചിരുന്ന ആളുകളുടെ അവസ്ഥയാണ് പുറം ലോകം അറിഞ്ഞത്. അവിടെയാണ് അതിന്റെ പ്രശ്നം. അപ്പോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എല്ലാ നിലക്കും നമുക്ക് പറഞ്ഞത്. ഖുർആനില് മുഅ്മിനീകൾക്ക് മാതൃകയായി അള്ളാഹ് പറഞ്ഞത് 2 സ്ത്രീകളെയാണ്. ഒന്ന് ഫിറഔന്റെ ഭാര്യ ആസിയ ബീവി, മറ്റൊന്ന് ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവി. അപ്പൊ ഈ ലോകത്ത് ഒരു സ്ത്രീ അവള് നന്നായി തഖ്വയോടുകൂടി മുഅ്മിനത്തായി ജീവിച്ചാൽ അവൾക്ക് പുരുഷനെ പോലെ തന്നെ ഉന്നതമായ സ്ഥാനം ലഭിക്കുവാനുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. സ്ത്രീക്ക് ഒരു തരത്തിലുള്ള വിവേചനമില്ല. ആണായാലും പെണ്ണായാലും നല്ല കാര്യങ്ങൾ ചെയ്താൽ രണ്ടു കൂട്ടർക്കും തുല്യമായ പ്രതിഫലമാണ്. മുസ്ലിം സമൂഹത്തിന് മൊത്തം, അല്ലെങ്കിൽ മുഅ്മിനീകളായ സത്യവിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും ഒരുപോലെ മാതൃകയായി, ആണിനും പെണ്ണിനും മാതൃകയായി 2 ആളുകളെ പറഞ്ഞപ്പോ അവിടെ 2 സ്ത്രീകളായി. അതിന്റെ അർത്ഥം എന്താ? ഒരു സ്ത്രീയുടെ ഉയർച്ച, ആത്മീയമായ വളർച്ച, ഔന്നത്യത്തിന് യാതൊരു തടസ്സമില്ല. എത്രയും തടസ്സമില്ലാതെ ഏത് ഉയരത്തിലേക്ക് എത്തുവാൻ കഴിയുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്നതാണ്. സ്ത്രീ ആയതുകൊണ്ട് പിന്നെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണ്. ആധുനിക ലോകം അങ്ങനെയാ പറയും, നിങ്ങൾ ഈ സ്ത്രീകളെ മുഴുവൻ കെട്ടിപ്പൊതിഞ്ഞ് ആരും കാണാൻ പറ്റാത്ത വസ്തുക്കളാക്കി മാറ്റുക. അവർക്ക് വേണ്ടത് അതൊക്കെ വലിച്ചിടലാണ്, വലിച്ചു കീറലാണ്, എന്നിട്ട് അവരുടെ വാണിജ്യത്തെ വളർത്തലാണ്. എന്നിട്ട് ആ പെൺകുട്ടികൾ എന്തൊക്കെ വേണോ, എന്തൊക്കെയാവണം, അങ്ങനെയൊക്കെ ആയാൽ അതൊക്കെ ഇവിടെ ഓരോ ഇൻഡസ്ട്രികൾ, ഓരോ തരത്തിലുള്ള വ്യവസായങ്ങൾ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിന് തടസ്സം നിൽക്കുന്ന വസ്ത്രങ്ങളെ ചീന്തിയെറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഒരു സിനിമാ നടി തന്നെ പറയുന്നത്, അല്പവസ്ത്രധാരണികളായതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, അതുകൊണ്ട് വസ്ത്രകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അങ്ങനെ പറയുന്നിടത്തേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രൂപത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന്. ഖുർആനില് ഖുർആൻ നമ്മോട് പറയുന്നത്, യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജി വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിഹിൻ. അവരുടെ വസ്ത്രങ്ങൾ അവർക്ക് അവരുടെ ശരീരത്തെ മൂടുന്ന തരത്തിൽ, അവരുടെ നിന്നോന്നതികൾ കാണാത്ത തരത്തിൽ മറക്കാൻ പറഞ്ഞത്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ദായിക്കാതിന അന്നു അറഫ്, നിങ്ങൾ തിരിച്ചറിയാനുള്ള ഉപകാരപ്പെടും. മറ്റൊന്ന് പല യുദ്ധയും, നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല. നിങ്ങളുടെ വസ്ത്രധാരണം, അതിന് നമുക്കിന്ന് ലോകത്ത് പരിശോധിച്ചാൽ അറിയാം, എല്ലാവിധവും ഒരു ഒളിയും മറിയില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള നാടുകളിൽ ഏറ്റവും കൂടുതൽ റേപ്പ് നടക്കുന്നത്. മുഖം തെറ്റിദ്ധാരണ അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്പിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അവിടെ പെണ്ണുങ്ങൾ വളരെ സുരക്ഷിതമാണ്. അവിടെ ഒന്നിനും ഒരു മറല്ല. ആ മറയില്ലാതെ എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ട് പോലും നമ്മുടെ ഇന്ത്യയെക്കാളും കൂടുതൽ റേപ്പുകൾ നടക്കുന്നത് അമേരിക്കയിലാണ്. യൂറോപ്പിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ സുഖമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിലെ ആളുകൾ അവിടെയും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അത് കുറവ്, ഏറ്റവും കുറവ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ്, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലാണ്. കണക്കാണ് പറയുന്നത്. എല്ലായിടത്തും നടക്കുന്നത്. എന്തുകൊണ്ടാണ്? പുരുഷന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ്. പുരുഷന്റെ മനഃശാസ്ത്രത്തിന് അനുകൂലമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്ത്രീകൾ നടക്കുമ്പോൾ അതവരെ പ്രകോപിതരാക്കുക. മാത്രമല്ല, അതിനുള്ള എല്ലാ കാര്യങ്ങളും, ഈ അശ്ലീല വീഡിയോകൾ, ഫോൺ വീഡിയോകളൊക്കെ കണ്ട് ചാർജ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന പുരുഷന്മാർ, അവരുടെ മുന്നിൽ ഈ സ്ത്രീകളെ കിട്ടുമ്പോൾ അത് അപകടമായി മാറണം.
എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് എല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഇതിന് മറുവശത്ത് അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള നിലക്ക് ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ, വിചാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ബലാത്സംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നെ വേറെ കേസെടുത്ത് അങ്ങനെ പോകും. വൈരുദ്ധ്യമാണ് ലോകത്ത് നടക്കുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അവിടെയാണ് നമുക്ക് നമ്മുടെ മതത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യന്റെയും മനഃശാസ്ത്രത്തെ അറിയുന്ന അല്ലാഹ്, ഒരു മനുഷ്യൻ ആണെങ്ങനെ ചിന്തിക്കും, പെണ്ണെങ്ങനെ ചിന്തിക്കുമെന്ന് കൃത്യമായി അറിയുന്ന അല്ലാഹു, മനുഷ്യൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, പുരുഷൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ത്രീ എങ്ങനെ നടക്കണം, പുരുഷൻ എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പുരുഷന്റെ കണ്ണുകൾ താഴ്ത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ത്രീകളുടെ സംസാരത്തിലെ വശ്യത ഒഴിവാക്കാൻ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ കാരണം അള്ളാഹുവിന് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ നന്നായി അറിയാം, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ മനഃശാസ്ത്രം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പാർട്ടിയിൽ, ഒരു ഫംഗ്ഷനിലേക്ക് പുരുഷൻ ചെല്ലുമ്പോൾ ആ പുരുഷൻ ഒരു സ്ലീവ്ലെസ്, അതായത് കൈയില്ലാത്ത ഒരു ബനിയനും ഒരു ഷോർട്സും ഹാഫ് ട്രൗസറും ഒക്കെ ഇട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും അതിന് ഒരു ഡീസന്റ് അല്ലാത്ത വസ്ത്രം എന്നാണ്. നേരെ പക്ഷെ പുരുഷന്റെ ഡീസൻസി എങ്ങനെയാണ്? എല്ലാ ഭാഗവും നന്നായി മറിച്ച്, ഫുൾ കൈയൊക്കെ ഇട്ട്, ഒരു ടൈയൊക്കെ കെട്ടി, എല്ലാ ബട്ടണും ഇട്ട്, ഒരു ഭാഗമില്ല, അതിന്റെ മുകളിൽ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെന്നാൽ അവൻ ഏറ്റവും മാന്യനായി. പുരുഷനാകെ കാണുന്ന ഭാഗം ഈ മുഖം മാത്രം, തല മാത്രം. അതിന് ഒരു ഡീസൻസിയുടെ കുറവില്ല. അത് ഏറ്റവും നല്ല ഡ്രസ്സാണ്. പക്ഷെ അതേസമയം സ്ത്രീകൾ അവരിങ്ങനെ വന്നാലോ, എല്ലാ ഭാഗവും മറച്ച് ചെന്നാൽ അത് പ്രാകൃതം. ഈ ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പ് ബിസിനസ്സാണ്. അത് നമുക്ക് പറയാനുള്ളത്. ആ ഇരട്ടത്താപ്പ് കച്ചവടമാണ്, വാണിജ്യമാണ്. ഇവിടെ കുറെ വാണിജ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്ത്രീ അങ്ങനെ വസ്ത്രം ധരിച്ചുകൂടാ. നിങ്ങൾ ഒളിമ്പിക്സിലേക്ക് നോക്കുക. ഒളിമ്പിക്സിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അത്ലറ്റുകൾ ഓടുന്നത് നോക്കിയാൽ അറിയാം. സ്ത്രീ അത്ലറ്റ്സ് ഓടുന്നത് അവരുടെ ഡ്രസ്സും അല്ലാത്തവരുടെ ഡ്രസ്സും. എല്ലാ രംഗത്തും അങ്ങനെ തന്നെ. അതെല്ലാം വാണിജ്യം. വോളിബോൾ അസോസിയേഷൻ ലോക വോളിബോൾ മത്സരം ഉണ്ടായപ്പോ അതിന് ഡ്രസ് കോഡ് ഉണ്ടാക്കിയപ്പോ അതുവരെ തീർന്ന ഡ്രസ്സ് മാറ്റിയിട്ട് കുറച്ചുകൂടി ചെറുതാക്കിയ ഡ്രസ്സ് ഉണ്ടാക്കി. എന്തിനാ? അവർ പറഞ്ഞ കാര്യം എന്താ പറയുക? കൂടുതൽ കാണികളെ ആകർഷിക്കാൻ. വ്യവസായമാണ് ഡ്രസ്, വ്യവസായമാണ് വസ്ത്രം, വ്യവസായമാണ്. വസ്ത്രത്തിന്റെ വലുപ്പം കുറയുന്നത് ചില വാണിജ്യങ്ങൾ വളർത്താനാണ് എന്ന സത്യം, ആ വസ്തുത നമ്മുടെ പെൺകുട്ടികളെ ബോധ്യമാക്കണം. നമ്മുടെ പെൺകുട്ടികൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ ഡ്രസ്സ് മോശാനിട്ടോ എന്ന് പറയുന്നവരോട് ഡ്രസ്സിന്റെ വലിപ്പത്തിലാണോ മോശവും കുറവും നിൽക്കുന്നത്? അവിടെയാണോ നല്ലതും ചീത്തയും ഉണ്ടാകുന്നത്? ഒരാള് വളരെ ഡീസന്റ് ആവുന്നതും ഒരാൾ വളരെ മോശമാകുന്നതും ഡ്രസ്സിന്റെ വലിപ്പത്തിലും കുറവിലാണോ? ഒരാൾ പ്രാകൃതനാവുന്നത് ഡ്രസ്സുമായി ബന്ധപ്പെട്ടതാണോ? അങ്ങനെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ജറവകളും അതുപോലെ തന്നെ റെഡ് ഇന്ത്യൻസും ഓസ്ട്രേലിയൻ കാടുകളിലെ ആദിവാസികളൊക്കെ ഏറ്റവും കുറച്ച് വസ്ത്രം ധരിക്കുന്നവരാണ്. അവരാണോ ലോകത്തെ ഏറ്റവും വലിയ മാന്യന്മാരായ മനുഷ്യർ? അവരാണോ ലോകത്തെ ഏറ്റവും സിവിലൈസ്ഡ് ആയ മനുഷ്യന്മാർ? ഒരിക്കലുമല്ല. വസ്ത്രത്തിന്റെ വലിപ്പത്തിലും വസ്ത്രത്തിന്റെ കൂടലിലും കുറയിലുമാണ് മനുഷ്യന്റെ അഭിമാനവും മാന്യതയും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് കൂടുന്നതിലാണ് എന്നാണ് ഈ ജീവിക്കുന്ന ലോകത്ത് തന്നെ തെളിവ്. കാരണം വസ്ത്രം കുറഞ്ഞ് കാടിൽ ജീവിക്കുന്നവരെ നമ്മൾ പ്രാകൃതൻ എന്ന് പറയും. അവിടെ നിന്ന് വസ്ത്രം നന്നായി ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവരെ നമ്മൾ മാന്യൻ എന്ന് പറയും. അവിടെയും ഇരട്ടത്താപ്പാണ്. ആ പാശ്ചാത്യ ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ സകല വൃത്തികേടുകൾ ഉണ്ടാവുന്നത്. നമ്മുടെ സമൂഹത്തെ നമുക്ക് ഓരോരുത്തരെയും ലോകത്തുള്ള എല്ലാവരെയും ഒന്നും സംരക്ഷിക്കാനൊന്നും കഴിയില്ലെങ്കിൽ അവനവന്റെ വീടുകളിൽ നിന്ന് തുടങ്ങാം സംരക്ഷണം. ആ വീടുകളിൽ നമ്മുടെ ഈ ഒരു ഇസ്ലാമികമായ ജീവിത ചിട്ടകളെ കൊണ്ടുവരും. അത് നമ്മുടെ പെൺകുട്ടികളെ ബോധ്യപ്പെടുത്തി, ആൺകുട്ടികളെ ബോധ്യപ്പെടുത്തും. ഈ പെൺകുട്ടികൾ എന്നത് ഉപഭോക്തൃ വസ്തുക്കളല്ല. അത് കേവലം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കേവലം അങ്ങനത്തെ വസ്തുക്കളല്ല എന്ന് ആൺകുട്ടികളെ പഠിപ്പിക്കുക. പെൺകുട്ടികളെ അവർക്ക് ഇന്ന് ലോകത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവരും മുഴുവൻ അവരെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുവാൻ വേണ്ടി സംസാരിക്കുന്നവരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ നമ്മുടെ സമൂഹം, നമ്മുടെ നാട് രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ സമൂഹം മൊത്തത്തിൽ രക്ഷപ്പെടും. അങ്ങനെയാണ് നമുക്ക് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുക.
അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أيها الناس أوصيكم عباد الله ثانيا بتقوى الله ഒരിക്കൽ കൂടി സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഉണർത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ മാന്യമായി നമ്മുടെയൊക്കെ സംസ്കാരവും വിശ്വാസവും ആദർശവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എത്രയും ഉയരങ്ങളിലെത്തുവാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയണമെന്നതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നൊബേൽ സമ്മാനം നേടിയ തവക്കുൽ കർമാൻ എന്ന സ്ത്രീ അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഹിജാബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്താണ് ഇതൊക്കെ മാറ്റിവെച്ചുകൂടെ എന്ന് ചോദിക്കും. ഹിജാബ് ഇട്ട ഒരു പെൺകുട്ടി ഒരാൾ ഒരു ഉയരത്തിലെത്തുമ്പോൾ അവരോട് ആദ്യം ചോദിക്കുന്ന ചോദ്യത. അപ്പൊ അവർ പറഞ്ഞ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, വസ്ത്രം കുറയുന്നതും കൂടുന്നതും അല്ലല്ലോ ഒരു വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. ഇതെന്റെ സ്വാതന്ത്ര്യമാണ്. മൈ ബോഡി മൈ ചോയ്സ് എന്നാണ് പുതിയ കാലം പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് എന്റെ ചോയ്സ് ഇങ്ങനെ ഉണ്ട്. എനിക്കത് വെച്ച് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെങ്കിൽ, എനിക്ക് നൊബേൽ സമ്മാനം വരെ നേടാൻ കഴിയുമെങ്കിൽ പിന്നെന്താ എന്റെ വസ്ത്ര പ്രശ്നം? അപ്പൊ ആ രൂപത്തിലേക്ക് ആത്മവിശ്വാസം നമ്മുടെ പെൺകുട്ടികളിൽ കൂടി നമ്മൾ ജനിപ്പിക്കുക. നമ്മുടെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് അത് മനസ്സറിഞ്ഞുകൊണ്ട്, മനസ്സിൽ തട്ടിക്കൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ധരിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ആ വസ്ത്രം ഒരാളെയും ഒന്നിനെയും തടയുന്നില്ല, ഒരു വളർച്ചയെയും ഒരു നിലക്കും പിന്നോട്ട് വലിക്കുന്നില്ല. മറിച്ച് അത് അവർക്ക് സ്വതന്ത്രമായി കൂടുതൽ കംഫർട്ടായി കൂടുതൽ സുരക്ഷിത ബോധത്തോടു കൂടി നടക്കുവാനുള്ള ഒരു സംരക്ഷണ കവചമാണ് എന്ന ബോധ്യമുണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.